അടിസ്ഥാന വികസന മേഖലയിൽ കേരളം ഒരുപാട് മുന്നേറി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളം വലിയ രീതിയിൽ മാറുകയാണ്. അർദ്ധവികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് അധികം വൈകാതെ കേരളം എത്തുമെന്നതിൽ സംശയമില്ല. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, റോഡ്, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും കൂട്ടായ പ്രവർത്തന മികവിലാണ് ഈ വികസനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്ത് ഫിഷറീസ് സാംസ്കാരിക രംഗങ്ങളിലും വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടക്കുന്നത്. നാനാത്വപരമായ സംസ്കാരങ്ങളുടെയും സാംസ്കാരികപരമായ ശൈലികളുടെയും സ്വീകാര്യത, സംയോജന ശക്തി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സവിശേഷ സംസ്കാരമാണ് കേരളം ആർജിച്ചെടുത്തിരിക്കുന്നത്. ഈ സമന്വയ സംസ്കാരം സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി സാംസ്കാരിക രംഗത്ത് വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി നടത്തിവരുന്നത്. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണത്തിനായി 150 കോടി. കൊല്ലത്ത് 49.68 കോടി ചെലവിട്ട് നിർമ്മിച്ച ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. $68 കോടി ചെലവിൽ പാലക്കാട് VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം. വിവിധ ജില്ലകളിൽ തിയേറ്ററുകൾ എന്നിവ ഇവയിൽ ചിലത് മാത്രം. സാംസ്കാരിക മേഖലയ്ക്കായി കിഫ്ബി 499.12 കോടി രൂപയുടെ ധനാനുമതിയാണ് നൽകിയിട്ടുള്ളത്. സാംസ്കാരിക മേഖലയിൽ ഏറ്റവും പ്രധാനമായൊരു പദ്ധതി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണമാണ്. 150 കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിച്ചത്. അതിൽ ഏകദേശം 80 കോടിയുടെ നിർമ്മാണപ്പുറം നടന്നു വരികയാണ്. 6 മാസത്തിനുള്ളിൽ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാനമുള്ള ഷൂട്ടിംഗ് കേന്ദ്രമായി ചിത്രാഞ്ജലിയെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് സാംസ്കാരിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങളുടെ നിർമ്മാണവും വികസനവും നടപ്പിലാക്കുന്ന പദ്ധതി സർക്കാർ രൂപീകരിച്ചത്. ഓരോ സമുച്ചയത്തിനും 50 കോടി രൂപയുടെ ബജറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. സാംസ്കാരിക സമുച്ചയങ്ങൾ 14 ജില്ലയിൽ പ്രഖ്യാപിച്ചു.
അതിൽ കൊല്ലം ജില്ലയിലെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം 50 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം 27 നടക്കുകയാണ്. കാസർഗോഡ് TS തിരുമുമ്പ് സാംസ്കാരിക സമുച്ചയവും പൂർത്തീകരിച്ചു. അതും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കൂടാതെ 6 ജില്ലകളിൽ ഇപ്പോൾ 5 ഏക്കർ ഭൂമി വീതം നമുക്ക് ലഭിച്ചു. ആ 6 ജില്ലയിലെ സാംസ്കാരിക സമുച്ചയത്തിൻ്റെ DPR തയ്യാറാക്കി കിഫ്ബിയിൽ സമർപ്പിച്ചു. അതിൻ്റെ പണം അനുവദിക്കപ്പെട്ട് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. മറ്റ് ജില്ലകളിൽ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. 2017-18 ബജറ്റ് പ്രസംഗത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ തിയേറ്റർ സമുച്ചയങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കേരളം മുഴുവൻ തിയേറ്റർ സമുച്ചയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി നടപ്പിലാക്കുന്നതിനും കിഫ്ബിയുടെ ധനസഹായം ഉപയോഗിക്കുന്നതിനുമായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്റർ സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിനായി കിഫ്ബി ആകെ 137.155 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിലായി 6 തിയേറ്ററുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരണ ഘട്ടത്തിലുള്ളത്. വൈക്കം 22.06 കോടി രൂപ, പയ്യന്നൂർ 16.10 കോടി രൂപ, തൃശ്ശൂർ അളഗപ്പ നഗർ 16.93 കോടി രൂപ, കായംകുളം 18.95 കോടി രൂപ, പായം കണ്ണൂർ 7 കോടി എന്നിങ്ങനെയുള്ള തരത്തിൽ തിയേറ്ററുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. മത്സ്യബന്ധന മേഖലയിലും സാംസ്കാരിക മേഖലയുമായി പ്ലാൻ ഫണ്ട് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതിയാണ് കിഫ്ബി വഴി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ ഫിലിം സിറ്റിയായി വികസിപ്പിക്കുന്നതിന് കിഫ്ബി ധനസഹായത്തോടെയാണ് പദ്ധതി ആരംഭിക്കാൻ സർക്കാർ തീരുമാനം. ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ ക്യാമറകൾ, അത്യന്താധുനിക ഔട്ട്ഡോർ യൂണിറ്റുകൾ, ATMOS 3D മിക്സിംഗ് സ്റ്റുഡിയോ, മൾട്ടിപർപ്പസ് സെറ്റുകൾ, വിനോദ സൗകര്യങ്ങൾ, തീം പാർക്ക്, ഫിലിം മ്യൂസിയം, തിയേറ്ററുകൾ, ഹോട്ടലുകൾ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ സ്ഥലപരമായ പ്രത്യേകതയും നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശത്തിന്റെ വ്യാപ്തിയും കണക്കിലെടുത്ത് ഷൂട്ടിങ്ങിനായി വിവിധ സെറ്റുകൾ ഇവിടെ ഒരുക്കുന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഫിലിം സിറ്റിയുടെ ചട്ടക്കൂടിനുള്ളിൽ ഈ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മലയാള സിനിമയ്ക്ക് അനിവാര്യമായ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഫിലിം സിറ്റിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. KSFDCയെ സ്ഥിരമായ ലാഭത്തിലേക്ക് നയിക്കുകയും ചലച്ചിത്ര വ്യവസായത്തിന്റെ ഉന്നമനത്തിനായി സ്വന്തം നിക്ഷേപം നടത്താൻ ശേഷിയുള്ളതാക്കി മാറ്റും എന്നതാണ് പ്രതീക്ഷ. പദ്ധതിക്കായി കിഫ്ബിയിൽ നിന്നും 67.167 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ചിട്ടുണ്ട്. കലയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമാണ് അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒറ്റക്കെട്ട് കേന്ദ്രമായാണ് സാംസ്കാരിക സമുച്ചയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലയുടെയും സാംസ്കാരിക സവിശേഷതകൾ കണക്കിലെടുത്തും പരിപാടികൾ, പ്രദർശനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കലാപ്രകടനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുമാണ് സമുച്ചയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. കലയുടെയും സംസ്കാരത്തിന്റെയും മേഖലയിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക സംഘടനകൾ, ട്രസ്റ്റുകൾ, കലാസമിതികൾ തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകാനും ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുമാണ് സമുച്ചയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊല്ലത്തെ സാംസ്കാരിക സമുച്ചയത്തിന് സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ത്യാഗത്തിനും പ്രസിദ്ധനായ കേരളത്തിലെ മഹാനായ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം ഈസ്റ്റ് വില്ലേജിലെ ചിൽഡ്രൻസ് പാർക്കിന്റെ വടക്കു ഭാഗത്ത് ആശ്രാമ മൈതാനത്തിനടുത്തായാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 3.5 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമിയിലാണ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. പ്രവേശന കവാടം, കഫ്റ്റീരിയ ബ്ലോക്ക്, എക്സിബിഷൻ ഹാൾ, ഓഡിറ്റോറിയം ബ്ലോക്ക്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. സമുച്ചയത്തിന്റെ മൊത്തം നിർമ്മിതി വിസ്തീർണം
9286 ചതുരശ്ര മീറ്ററാണ്. കൂടാതെ ഏകദേശം 600 പേർക്ക് താമസ സൗകര്യവുമുണ്ട്. 2023 മുഖ്യമന്ത്രി പിണറായി വിജയൻ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒരു അവിഭാജ്യ ഘടകമാണ് മത്സ്യബന്ധന മേഖലയെന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ വലിയൊരു ജനവിഭാഗത്തിന് ഉപജീവനവും ആന്തരിക സമൃദ്ധിക്ക് അടിസ്ഥാനമാവുകയും ചെയ്യുന്നുണ്ട്. 590 കിലോമീറ്ററിലധികം നീളമുള്ള തീരരേഖയും അനവധി മത്സ്യബന്ധന ഗ്രാമങ്ങളും ലാൻഡിംഗ് സെന്ററുകളുമാണ് കേരളത്തിന്റെ സമുദ്ര മത്സ്യബന്ധന വ്യവസായത്തെ താങ്ങി നിർത്തുന്നത്. ഈ വ്യവസായം ഏകദേശം 4.5 ലക്ഷം ആളുകൾക്ക് നേരിട്ടും അനേകർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്നു. അതിലൂടെ തീരദേശ സമൂഹങ്ങൾക്ക് പ്രധാനമായ വരുമാന സ്രോതസ്സായും ആജീവനാന്ത പിന്തുണയായും നിലകൊള്ളുകയും ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ തീരത്ത് കേരളം സാവധാനം കൈയടക്കിയ തന്ത്രപ്രധാനമായ ഭൗഗോളിക സ്ഥാനം സമൃദ്ധമായ മത്സ്യസ്രോതസ്സുകളിലേക്കുള്ള സുഗമമായ പ്രവേശനത്തിന് വഴിയൊരുക്കുന്നു. പടിഞ്ഞാറൻ തീരത്തിന്റെ സമീപമുള്ള സംസ്ഥാനങ്ങളിൽ ഏതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സമുദ്രം മത്സ്യബന്ധന വിഭവങ്ങളുമായി ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ഘടകം ദേശീയ മത്സ്യബന്ധന രംഗത്ത് കേരളത്തിന് സമ്പുഷ്ടമായ ഒരു മുന്നേറ്റം നൽകുന്നുണ്ടെന്നും വിപണനശേഷിയിലും തൊഴിൽ സൃഷ്ടിയിലും അതിന്റെ പങ്ക് സുപ്രധാനമാണെന്നും വ്യക്തമാക്കുന്നു. മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിനും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് നിർണായക പങ്കാണ് വഹിക്കുന്നത്. തുറമുഖങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മത്സ്യവിപണികൾ, തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ നവീകരണം ഉൾപ്പെടുന്ന വിപുലമായ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ ഈ മേഖലയിൽ നടപ്പാക്കുന്നു. ഈ കഴിഞ്ഞ 4 വർഷമായി കിഫ്ബിയിൽ നിന്ന് മത്സ്യബന്ധന വകുപ്പിന് സ്കൂൾ കെട്ടിട നിർമ്മാണവും നവീകരണത്തിനായി 66.73 കോടി രൂപയാണ് ലഭിച്ചത്. 57 സ്കൂളുകൾ പുതിയതായിട്ട് നിർമ്മിച്ചു. ബാക്കിയുള്ള 5 സ്കൂളുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ 26 സ്കൂളുകളുടെ മെയിൻ്റനൻസിന് ആവശ്യമായ തുകയും ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. മത്സ്യ മാർക്കറ്റ് പദ്ധതികൾക്കായി 142.16 കോടി രൂപ അനുമതി ലഭിച്ചു. 51 പദ്ധതികളാണ് നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റെടുത്തത്. പദ്ധതികളുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാ പദ്ധതികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലേകദേശം 38 പദ്ധതികളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി വന്നിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയെ സമഗ്രമായി ശക്തിപ്പെടുത്തുന്നതിനായി കിഫ്ബി മൊത്തം 522.58 കോടി രൂപയാണ് അനുവദിച്ചത്. തീരദേശ മത്സ്യബന്ധന സമൂഹങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി 57 സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 67.47 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള 51 മത്സ്യവിപണികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും വിപണികളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി
142.17 കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബി മാറ്റിവെച്ചിരിക്കുന്നത്. ആറ് ബീച്ചുകളിലെ ഗ്രോയിനുകൾ, ബ്രേക്ക് വാട്ടറുകൾ, മറ്റ് തീര സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 103.28 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിലെ മണ്ണൊലിപ്പിൽ നിന്നും സംരക്ഷിക്കുകയും മത്സ്യബന്ധന സമൂഹങ്ങളുടെ ജീവനോപാധി നിലനിർത്തുകയും ചെയ്യുകയാണ് ഈ നിക്ഷേപത്തിന്റെ പ്രധാന ലക്ഷ്യം. തീരസംരക്ഷണ പദ്ധതികൾക്കായി 106.18 കോടി രൂപയാണ് നൽകിയത്. മഞ്ചേശ്വരം തീരസംരക്ഷണ പദ്ധതി കാസർഗോഡ് 13.47 കോടി രൂപ. തലായി തീരസംരക്ഷണ പദ്ധതി കണ്ണൂർ 3.48 കോടി രൂപ. മുതലപ്പൊഴി 26.51 കോടി രൂപ. ചേറ്റുവ 68.6 കോടി രൂപ. പൂന്തുറ 20.78 കോടി രൂപ. കൊല്ലം താന്നി അടക്കം എല്ലാ പദ്ധതികളും മുന്നോട്ട് പോകുന്നു. 4 പദ്ധതികൾ പൂർത്തീകരിച്ചു. മുതലപ്പൊഴിയും പൂന്തറയും പുരോഗമിക്കുകയാണ്. രണ്ട് പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നിർമ്മാണത്തിനായി 209.65 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നത്. മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, വിപണികളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് മത്സ്യബന്ധന തുറമുഖങ്ങളുടെ വികസനം നടപ്പിലാക്കുന്നത്. മത്സ്യബന്ധന തുറമുഖ പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് ലഭിച്ചു. അതിലൊന്ന് പരപ്പനങ്ങാടി മത്സ്യബന്ധന തുറമുഖ പദ്ധതി 112.22 കോടി രൂപ. ചെത്തി മത്സ്യബന്ധന തുറമുഖ പദ്ധതി ആലപ്പുഴ 97.43 കോടി രൂപ. 2 പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതാണ് മത്സ്യമേഖലയിൽ നമ്മളിപ്പോൾ കിഫ്ബി വഴി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ. കഴിഞ്ഞ 4 വർഷക്കാലവും ഒന്നാം പിണറായി ഗവൺമെൻറ് 5 വർഷക്കാലവും മത്സ്യബന്ധന മേഖലയിൽ ഏകദേശം 12,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. കാലങ്ങളായി മഴക്കാലത്തെ പേടിച്ചിരുന്ന ചെല്ലാനം നിവാസികൾക്ക് കഴിഞ്ഞ വർഷം മുതൽ മഴക്കാലത്ത് സ്വന്തം വീടുകളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതിനും കാരണം കിഫ്ബിയുടെ ഇടപെടലാണ്. ടെട്രാപോഡ് കടൽ ഭിത്തികൾ നിർമ്മിച്ചതോടെയാണ് ഇവിടുത്തുകാരുടെ ദുരിത ജീവിതത്തിന് അറുതി വന്നത്. സംസ്ഥാന സർക്കാരിന്റെ പുതുവത്സര സമ്മാനമെന്നോണം കഴിഞ്ഞ ഡിസംബർ 31-നാണ് ചെല്ലാനം മത്സ്യബന്ധന തുറമുഖം മുതൽ പുത്തൻതോട് ബീച്ച് വരെ 7.36 കിലോമീറ്റർ നീളുന്ന കടൽ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2021 ആരംഭിച്ച കടൽ ഭിത്തിയുടെ നിർമ്മാണത്തിനായി 344.2 കോടി രൂപയാണ്
കിഫ്ബി അനുവദിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നതും പ്രസക്തമാണ്. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നീ നിക്ഷിപ്ത ലക്ഷ്യങ്ങളെ പൂർണ്ണമാക്കി മുന്നേറുന്ന കിഫ്ബി സമസ്ത മേഖലയിലും വികസനം സാധ്യമാക്കിയാണ് യാത്ര തുടരുന്നത്. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ ഫിഷറീസ് വകുപ്പിലും സാംസ്കാരിക രംഗത്തും കിഫ്ബി വഴി കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സാധാരണക്കാരന്റെ ഉപജീവനം മുതൽ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിപുലീകരിക്കുന്നതിൽ വരെ സംസ്ഥാന സർക്കാരിനൊപ്പം ഭാഗഭാക്കാക്കുക എന്ന നിർണായക ദൗത്യം 100% ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബി പ്രസക്തമായി നിലകൊള്ളുന്നത്.